എൻ്റെ BA ലിറ്ററേച്ചർ ടീമിൽ കുറച്ച് പേരുമായിട്ട് നമ്മളിപ്പോൾ അടുത്ത് ഒരു ട്രിപ്പ് പോയിട്ടോ. പ്രവാസികളായ 2-3 പേര് ഒരുമിച്ചിട്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു പൂതി, ഒരു ട്രിപ്പ് പോയാലോ നമ്മളെ പിള്ളേരെല്ലാം കൂട്ടിയിട്ടേന്ന്. കാര്യം നമ്മളെ നാട്ടിലത്തെ ട്രിപ്പ് ക്യാപ്റ്റനെ അറിയിച്ചപ്പോൾ ട്രിപ്പ് ക്യാപ്റ്റൻ ഒന്നും നോക്കിയില്ല. ട്രിപ്പ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജിത്ത് തോട്ടുള്ളിയാണ്. മൂപ്പര് വേഗം ഒരു ഡേറ്റും അങ്ങ് ഫിക്സ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് തട്ടിക്കൂട്ടി. പ്രവാസികളായവരിൽ ചിലർക്ക് പിസ്തയും മണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തിന്നാനൊരു പൂതി. അപ്പം നേരെ കുറ്റ്യാടിയുള്ള ഷോപ്പിൽ ഇറങ്ങി അതൊക്കെ മേടിച്ചോട്ടോ. എനിക്ക് തോന്നുന്നത് ഇവന്മാർ സ്ഥിരമായിട്ട് അങ്ങന്ന് ഇതായിരിക്കും കഴിക്കുന്നുണ്ടാവും അല്ലേ. എന്തൊരു ശുഷ്കാന്തിയാണ് ഇതൊക്കെ മേടിക്കാൻ അവർക്ക്. പിന്നെ കുറച്ച് അജുവ, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് പായസം വെക്കാനില്ല. ഉച്ചക്കൊരു 12 മണിക്ക് അങ്ങനെയാണ് ഞങ്ങൾ വടകരയിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. സ്ഥിരമായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്ന ചങ്ങായിയാണ് നമ്മുടെ രഞ്ജിത്ത് PR. ഓനാണ് തൊട്ടിൽപ്പാലം നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന വനിതാ ഹോട്ടൽ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ അവിടെ ചോറും മീൻകറിയും സാമ്പാറും അയില പൊരിച്ചതും നല്ല ഉപ്പേരിയും കിച്ചടിയും പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഭക്ഷണം മോശമാണെങ്കിൽ രഞ്ജിനെ തെറി പറയാൻ ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ച് നല്ലൊരമ്മ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് നല്ല ഭക്ഷണം ഞങ്ങൾക്ക് വിളമ്പിട്ടോ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചേട്ടോ. ഞാൻ ചെറിയൊരു യൂട്യൂബറാന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ നമ്മളെടുത്ത് വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറെ ഒരു സന്തോഷമുണ്ട്. എന്നെ റോഡ് സൈഡ് കണ്ടിട്ട് ഒരു വണ്ടി പോകുന്നൊരു ഫാമിലി അവിടെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ. അത് അതിലും വലിയ സന്തോഷമായി. ഇതൊക്കെ തന്നെയാണ് നമ്മളെപ്പോലുള്ളവർക്ക് വലിയൊരു പ്രോത്സാഹനം കേട്ടോ. യാതൊരു ഈഗോ ഇല്ലാതെ നമ്മളടുത്ത് വന്നിരിക്കുന്ന ഫോട്ടോ എടുത്തത് അതിലും വലുത് വേറെ എന്താ വേണ്ടത്. ആദ്യമേ പറഞ്ഞേക്കെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ വടകരയിലെ 3-4 സുഹൃത്തുക്കളൊക്കെ കൂടി സ്റ്റാർട്ട് ചെയ്തൊരു റിസോർട്ടാണിത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കും, അത്രയേ ഉള്ളൂ. ഒരു വൈകുന്നേരം ഇവിടെ എത്തിയിട്ട് പിറ്റേന്ന് ഉച്ച വരെ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചങ്ങ് അർമാദിച്ചു, അത്ര തന്നെ. ചിക്കൻ്റെ സാധനം മണി മെറ്റൽസ് आशिकी दरम पाए दिल
സുഹൃത്തുക്കളെ, ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് മേഴ്സി എഗോബിറ്റാക്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ തുടർന്ന നമ്മളെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച അതേ കടയുടെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇനി ഈ വരുന്ന ആഴ്ചകളിൽ പല പ്രവാസികളും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അവസരം നമുക്ക് ദൈവം ഉണ്ടാക്കി തരട്ടെ. ഈ ട്രിപ്പിന്റെ ഈ വിജയം എന്ന് പറയുന്നത് നമ്മളെ ഈ 9 പേരാണെങ്കിലും 9 പേര് ഒരേ വേവ് ലെങ്ത് നിന്നുകൊണ്ടാണ് ഇത്രത്തോളം നല്ല രീതിയിൽ ഇത് പോയത്. പലരും പല രീതിയിലുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇത്രത്തോളം ഒരു ഹാപ്പി എന്ത് ചെയ്യില്ല, നമുക്ക് ആ ട്രിപ്പിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നാടായ വടകരയിലേക്ക് വെച്ച് പിടിച്ചോട്ടോ.